ഫ്രണ്ട്സ്, വെൽക്കം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2026 സ്കൂൾ അഡ്മിഷന് മേടിച്ച സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ നമ്മൾ പോലീസ് ക്യാൻറ്റീൻ തൃക്കാട് പോലീസ് ഗ്രൗണ്ടിൽ പോലീസുകാരുടെ ഒരു ഇതുണ്ട്, സ്റ്റേഷനറി സ്കൂൾ ഐറ്റങ്ങൾസൊക്കെ വിൽക്കുന്ന, ആർക്ക് വേണമെങ്കിലും മേടിക്കാം. അങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസിൽ പണി ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഓപ്പണായിട്ട് പോലീസ് കോപ്പറേറ്റീവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വളരെ വിലക്കുറവാണ് സാധനങ്ങൾ. ഒരുപാട് പൈസ കൊടുക്കേണ്ട, നിങ്ങൾ കൊടുക്കേണ്ട, വെളിയിൽ മേടിക്കേണ്ട പകുതി പൈസയിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് മേടിച്ച് കൂട്ടാം. മെയിനായിട്ട് സ്കൂൾ കുട്ടികളുടെ സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഈ വർഷം പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ടോട്ടൽ മൂല്യം എന്ന് പറയുന്നത് ഒരു 10,000 അകത്താണ്. എന്ന് വെച്ചാൽ 9,000 സംതിങ് അങ്ങാണ്ടായി. 10,000 റൗണ്ട് ഫിഗർ എടുക്കാം. ഇത് കൂടാതെ നമ്മൾ സ്കൂളിൽ നിന്ന് കുറച്ച് നമ്മൾ ബുക്സും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്സൊക്കെ അവർ ഇന്ന് മേടിക്കണം. അപ്പോൾ അതും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് പിന്നീട് നോട്ട് ബുക്സൊക്കെ ആവശ്യം വരും. ട്യൂഷൻസിന് പിന്നെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും വിദ്യാഭ്യാസത്തിനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു പർച്ചേസ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ ഈ വർഷത്തെ മാത്രം സാധനമല്ല, ഇത് കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് ബാലൻസ് നോട്ട് ബുക്സ് കാണാം അവിടെ, ആ 2 എണ്ണവും. പിന്നെ കുറച്ച് ഫയൽസും കുറച്ച് പെൻസിൽസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം തീർന്നാലും പിന്നെ നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ കഴിഞ്ഞ കൊല്ലം എടുത്ത 2 അഡീഷണൽ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. അതിൽ 2 എണ്ണം കഴിഞ്ഞ തവണ മേടിച്ചാണ്. 3 എണ്ണം മേടിച്ചായിരുന്നു കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലം 2 എണ്ണം മേടിച്ച്, ഏറ്റവും അടിയിരിക്കുന്ന ബ്ലാക്കും പിന്നെ അതിൻ്റെ ഇരിക്കുന്ന പിങ്കും. ബാക്കി 3 എണ്ണം കഴിഞ്ഞ കൊല്ലം മേടിച്ചാണ്, പക്ഷേ യൂസ് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ അങ്ങേ കൊല്ലത്തെ ബാഗൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് റീയൂസ് ഒരുപാട് ചെയ്ത് പിന്നെ ഈ കൊല്ലം പോയപ്പോൾ റേറ്റ് കുറവായതുകൊണ്ട് നമ്മളങ്ങ് എടുത്ത് വെച്ചു. പിന്നെ വല്ല ബാഗ് കീറിപ്പോവുകയാണെങ്കിൽ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. വലിയ വിലയൊന്നും ആയിട്ടില്ല. 650-800 രൂപ ബാഗാണ്. എല്ലാം ബ്രാൻഡ് ബാഗാണ്. അമേരിക്കൻ ടൂറിസ്റ്റർ അങ്ങനെയുള്ള ബാഗ്സാണ്. വെളിയിൽ ഒരു ബാഗ്സ് മേടിക്കാൻ ചെല്ലപ്പോൾ ഭയങ്കര വിലയാണ്. അമേരിക്കൻ ടൂറിസ്റ്റൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ ലുല്ലുരാത്തോ രാമചന്ദ്രകാത്തോ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇത് വീഡിയോ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്കൂളിൽ നിന്ന് കിട്ടിയ 1ാം സ്റ്റാൻഡേർഡിലേക്കുള്ള ബുക്സാണ്. ഇത് ജ്യോതിസിൻ്റെതാണ്, നമ്മളെ കഴക്കൂട്ടം ജ്യോതിസ്. അപ്പോൾ അവിടെ നിന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ബുക്സാണ്. ഒരുപാട് ബുക്സൊന്നുമില്ല, കുറച്ച് ബുക്സേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ബുക്സ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയത് 6th സ്റ്റാൻഡേർഡിൻ്റെ സ്റ്റുഡൻസിനാണ് ബുക്സ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യമേ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇത് കഴിഞ്ഞ കൊല്ലം മേടിച്ച കുറച്ച് ബാലൻസ് ബുക്സാണ് വന്നിരിക്കുന്നത്. ഇത് ഇത്രയും കഴിഞ്ഞ കൊല്ലത്തെ ബുക്സാണ്. ഇത്രയും എടുത്തിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ബുക്സാണ്. ഇതിൽ വൈറ്റ് ലൈൻ ഉണ്ട്. അതേപോലെ വൈറ്റ് ലൈനിൻ്റെ 3 ബുക്ക് ബാലൻസ് ഉണ്ട്. പിന്നെ മാത്സിൻ്റെ നോട്ട് ബുക്ക് 2 എണ്ണം ഉണ്ട്. അതേപോലെ സിംഗിൾ ലൈനിൻ്റെ 3 ബുക്സ് ഉണ്ട്. 2 ലൈനിൻ്റെ ചെറിയ 2 ബുക്സും. പിന്നെ ഉള്ളത് വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ളത് ഒരു ചെറിയ ബുക്ക്, സ്ക്വയർ ലൈനിൻ്റെ ഒരു ബുക്ക്, പിന്നെ 2 ലൈനിൻ്റെ ചെറിയ കുട്ടി ബുക്സാണ്. ഇത് ട്യൂഷൻസിനും പിന്നെ വർക്ക്ഷീറ്റായിട്ട് പഠിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് പിള്ളേർക്ക്. അപ്പോൾ അത് തീരുന്നതനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഈ കൊല്ലം ഞാൻ മേടിച്ച് 2 ലൈൻ ഞാൻ കുറച്ച് അധികം മേടിച്ചിട്ടുണ്ട്. മോക്ക് പഠിക്കാൻ വേണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ മോക്ക് കുറച്ച് അധികം എഴുതി പഠിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ മേടിച്ചതാണ് പിള്ളേർക്ക്. പിന്നെ ഇതിൽ കഴിഞ്ഞ കൊല്ലം മേടിച്ചതാണ് ഈ പേപ്പേഴ്സ് എല്ലാം. ഈ പേപ്പേഴ്സ് ഇത് ടെസ്റ്റിനും പലതിനും നമുക്ക് എഴുതാൻ വേണ്ടിയാണ്. പിള്ളേർക്ക് വല്ല പെട്ടെന്നൊരു അസൈൻമെൻറ്റ്, മോനെ എപ്പോഴും ഇടയ്ക്ക് പെട്ടെന്നായിരിക്കും രാവിലെ പോയിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു അസൈൻമെൻറ്റ് അവർ വാട്സപ്പ് ചെയ്ത് തരും. അപ്പോൾ ആ ടൈമിന് നമ്മൾ ഷീറ്റ് മേടിക്കാതെ വീട്ടിനകത്ത് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ പ്രിൻ്ററിൻ്റെ കുറച്ച് ഒരു കെട്ട് വെച്ചിട്ടുണ്ട്. അതും പ്രിൻറ്റിങ്ങിനല്ല, പ്രിൻ്ററില്ല. അപ്പോൾ അല്ലാതെ എന്തെങ്കിലും ഇതേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി ഡ്രോയിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പരീക്ഷ എഴുതാനുള്ള ബോർഡ്. അത് എല്ലാ കൊല്ലവും
മേടിക്കും. പക്ഷേ കഴിഞ്ഞ കൊല്ലം മേടിച്ച 2 ഇപ്പോഴും ഇരിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ 2 പേർക്കായിട്ട് മേടിച്ചതാണ് ഇപ്പോൾ. അപ്പോൾ കഴിഞ്ഞ മോക്ക് ഇത് ആവശ്യം വന്നില്ല, മോൻ്റെത് അതേപോലെ നമ്മൾ കൊടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ നേരത്തെ ലാസ്റ്റ് ഇയറിൻ്റെ അവൻ്റെ കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അഡീഷണലായിട്ട് വെച്ച് എന്നാലും അതിപ്പോഴും ഓടുന്നുണ്ട്, അതുകൊണ്ട് കൊടുത്തില്ല. പിന്നെ ഈ കൊല്ലം 2 അത് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു വൈബ്രൻറ്റ് കളറായിട്ട് ഒരു ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങ് എടുത്തതാണ് 2 കളറ്. അപ്പോൾ ഇവർക്ക് വീട്ടിലിരുന്ന പോലെ ഡ്രോയിങ്ങോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു പേപ്പർ ഇതേപോലെ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വെച്ച് ചെയ്യാൻ വേണ്ടി. ഇത് വലിയ എമൗണ്ട് ആയില്ല, പോലീസ് ക്യാൻറ്റീനിൽ നിന്നാണ് വരുന്നത്. ഇത് 100 രൂപയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ MRP ആണ് ഇത്. ആക്ച്വലി എനിക്ക് 50 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. നോർമലി വെളിയിൽ നല്ല എമൗണ്ട് വരും ഇതിൽ. MRPയിൽ ഇതിനും വലിയ പ്രൈസ് ആയിട്ടില്ല. ഇത് CCPന് എന്ന് വെച്ചാൽ ക്യാൻറ്റീനിൽ എടുത്തപ്പോൾ 65 രൂപ നമുക്കായിട്ടുള്ളൂ. 120 രൂപയാണ് ഇതിൻ്റെ വില. ബാക്കിൽ എഴുതിയിട്ടുണ്ട്, ചിലതിലില്ല. ഈ കൊല്ലം എടുത്തതിൽ 100 രൂപയാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ അവരെ വില ഇട്ടിട്ടില്ല. ഇത് ഏകദേശം 60 രൂപ 50 രൂപ കണ്ട് ആയുള്ളൂ 2 ബോർഡിന്. ഒരു ബോർഡിന് 50 രൂപ വെച്ചായി. പിന്നെ ഇതേപോലത്തെ ഫയൽസ് ഒരുപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വല്ല വർക്ക് പേപ്പർ ചെയ്തിട്ട് അതിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി ഉള്ള പേപ്പർ ഫയൽസാണ്. പിന്നെ നമുക്കും കൂടെ വീട്ടാവശ്യത്തിന് വല്ല പേപ്പർ ഇതിനൊക്കെ ആ ടൈമിൽ എടുക്കാൻ വേണ്ടി. ഇത് വലിയ എമൗണ്ട് ആയിട്ടില്ല. ഇത് ഒരു ഫയല് 8 രൂപയോ 10 രൂപ എങ്ങാണ്ടേ ആയിട്ടുള്ളൂ ഇത് എടുത്തതിൻ്റെ. അവിടെ ഇത് കൂട്ടത്തോടെ ഇട്ടിട്ടുണ്ട്. ഇത് 23 രൂപയാണ്. ചിലതൊക്കെ 23, ഇത് 23 രൂപയാണ്. ഇത് 13 രൂപയാണ്. അതേപോലെ ഇത് ചിലർ റേറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്ന് തിരഞ്ഞെടുക്കാം. ഈ കൊല്ലം എടുത്ത എനിക്ക് തോന്നുന്നു അത്രയും പൈസ ആയില്ല. എനിക്ക് അതിൽ നിന്ന് റേറ്റ് കുറവായിരുന്നു. ഇത് 20 രൂപയാണ്. ഇത് 20 രൂപയാണ്. ഇതെല്ലാം 20 രൂപയാണ്. 20 രൂപ, 13 രൂപ. ഈ ടൈപ്പ് 13 രൂപയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് 13 രൂപ. അപ്പോൾ ഇത് ഇത്രയും പേപ്പേഴ്സാണ് എടുത്തത്. വളരെ കളർഫുള്ളായിട്ടുള്ള ഡിസൈനുണ്ട്. ഞാൻ ഇതങ്ങ് സെലക്ഷൻ ചെയ്തു. മിക്സാണ് കിടക്കുന്നത്, അപ്പോൾ അതുപോലെ അങ്ങ് എടുത്തു. പിന്നെ അടുത്തത് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന ബാഗ്സ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ബാഗാണ്, അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ബാഗാണ്. ഇത് ഞാൻ 1 കൊല്ലം മുമ്പ് എടുത്തതാണ്. ഇത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പിള്ളേരിൽ ഓൾറെഡി നേരത്തെ ബാഗ് ഉണ്ടായിരുന്നു, വലിയ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ജീനിയുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് ഇതുവരെ ഡാമേജ് പോത്തീസിൻ്റെ. പക്ഷേ അതാന്ന് എടുത്തപ്പോൾ എനിക്ക് 1600 ആയിരുന്നു. പക്ഷേ ജീനിയുടെ ബാഗ് നമ്മൾ നോർമലി പോലീസ് ക്യാൻറ്റീനിൽ എനിക്ക് തോന്നുന്ന 800 രൂപയ്ക്കൊക്കെ കിടപ്പുണ്ട്. വലിയ റേറ്റ്, പകുതി റേറ്റ് ആവത്തുള്ളൂ. ഇത് അമേരിക്കൻ ടൂറിസ്റ്റാണ്. ഇതും വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല. ഇതിൽ കിടക്കുന്ന റേറ്റ് 2250 1 ഇയർ ബാക്കാണ്. പക്ഷേ ഇത് എടുത്തത് ആ എമൗണ്ടിനല്ല. ഇത് ഞാൻ എടുത്തത് ഏകദേശം 700 രൂപയ്ക്ക് കണ്ടാണ് ഇത് ഞാൻ എടുത്തത്. 700 800 ഇതിൻ്റെ റേഞ്ചായിരുന്നു, അത്രേ ഉള്ളൂ. ഇത് പിന്നെ ഇതും അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗാണ്. ഇതൊരു കുട്ടി ബാഗാണ്. മോള് LKG UKG, അപ്പോൾ അവർക്ക് ചെറിയ ബാഗ് മതിയല്ലോ. ഇതിൻ്റെ റേറ്റും ഇത് 1750 രൂപയായിരുന്നു. പക്ഷേ ഇത് അത്രയും റേറ്റിന് വന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഒരു 600-700 റേഞ്ച് ആയിരുന്നു. 800-700 റേഞ്ച് തന്നെയാണ് ഇതും വരുന്നത്. എല്ലാം എന്ന് വെച്ചാൽ അവരുടെ റേറ്റ് അങ്ങനെയാണ് അവിടെ വരുന്നത്. മിക്കതും ഒരു 1000-ത്തിനകത്തുള്ള റേഞ്ചേ കാണും. ചില ബാഗ് റെയർ കേസായിട്ട് മാത്രം ചിലപ്പോൾ കൂടും. ഇതും അമേരിക്കൻ ടൂറിസ്റ്റിന്. ഇതും ഞാൻ 1 ഇയർ ബാക്ക് തന്നെ എടുത്ത്. ഇതും 2100 ഇതും ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ്. വലിയ എമൗണ്ട് ഒന്നുമല്ല. ഒരു 700-ൻ്റെ അകത്തുള്ള റേഞ്ച് ആയിരുന്നു. 700-800-ൻ്റെ അകത്തുള്ള റേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത്രയും 3 ബാഗ് 1 ഇയർ ബാഗ് എടുത്താണ്. ഈ കൊല്ലം ഇത് ഉപയോഗിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മറ്റേ ബാഗ് ചെറിയ ഡാമേജ് ഉണ്ട്, അപ്പോൾ മാറ്റി തിരിഞ്ഞ് ഉപയോഗിക്കാം. കാരണം പിള്ളേർ ആഹാരങ്ങൾ ഇതൊക്കെ കൊണ്ടിപ്പോൾ കഴിവപ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ ഉണങ്ങാണ്ടില്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റി ഉപയോഗിക്കാം. പിന്നെ ഈ കൊല്ലം ഈ എടുത്ത ബാഗാണ്. ഇതും അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ആണ്. ഇത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് എടുത്തല്ല, അത് കണ്ടപ്പോൾ എടുത്ത്. പക്ഷേ ഇതിന് മുമ്പേ നമ്മളെ വേറൊരു ബാഗ് എടുത്തായിരുന്നു. മറ്റേ നമ്മളെ കേരളത്തിൻ്റെ കിറ്റക്സിൻ്റെ ഒരു ബാഗ് എടുത്തായിരുന്നു. അത് നല്ല സൂപ്പർ ബാഗായിരുന്നു. അതിൻ്റെ റേറ്റ് ശകലം കൂടുതലായിരുന്നു ആ ടൈമിൽ. എനിക്ക് 1100 രൂപ കണ്ടായിരുന്നു. പക്ഷേ അത് വാട്ടർ പ്രൂഫ് ബാഗായിരുന്നു. ബ്ലാക്ക് കളറാണ്. അതിപ്പോൾ എൻ്റെ ഒരു പിള്ളേർ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഞാൻ എടുത്തില്ല. അപ്പോൾ ഇത് മോക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തതാണ്. അതിൻ്റെ ഇതിലൊരു ഒരു ചെറിയൊരു പാവ ഇരിക്കണം കണ്ടുകൊണ്ട് കൊച്ചിന് ചെന്നെടുത്തപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട്. 2350 രൂപയാണ്. ഇതും ഈ കൊല്ലം വലിയ റേറ്റൊന്നും കയറിയിട്ടില്ല. എനിക്ക് ഇത് 850 രൂപയായിരുന്നു. 850 രൂപയ്ക്കാണ് ഈ ബാഗ് എടുത്തത്. ഈ വർഷമാണ് എടുത്തത്.
ഇത് ഏറ്റവും ചീപ്പായിരുന്നു ബാഗ്. ഇത് വലിയ പൈസ വന്നില്ല. 1400 MRP ഇട്ടിരിക്കുകയാണെങ്കിലും ഇത് വെറും 500 രൂപയ്ക്ക് എടുത്ത ബാഗാണ്. HP-യുടെ ബാഗാണ്. HP-നെ എഴുതിയിരിക്കണമെന്നുള്ള HP-യുടെ എല്ലാം തോന്നുന്നത്. ഇത് വേറെ ഏത് കമ്പനി HP എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന ബാഗാണ്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, നോർമൽ ഒരു ലാപ്ടോപ്പ് ബാഗ് പോലെയാണ്. അപ്പം മോൻ ഇത് കണ്ടപ്പോൾ ഇതേപോലെ HP-യിൽ ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെ സോഫ്റ്റ് ഫീലിംഗ് ഒന്നുമില്ല, കുറച്ച് റഫാണ്. അകത്ത് വലിയ കുഷ്യനിങ് ഒന്നും സൈഡിൽ വരുന്നില്ല. ഈ ബാഗിലൊക്കെ ഒത്തിരി കുഷ്യനിങ് ഉണ്ട്. സ്കൂളിൽ പിള്ളേർക്ക് ശരിക്കും വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇത് ശകലം അഡൾട്ട്സിന് യൂസ് ചെയ്യാൻ ലാപ്ടോപ്പൊക്കെ കുറച്ച് റഫാണ്, അകത്ത് കുഷ്യനിങ് കുറവാണ്, ബാക്കിൽ മാത്രം ശകലം കുഷ്യനിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇത് എനിക്ക് അത്ര സുഖിച്ചില്ല. പക്ഷേ 500 രൂപയായിട്ട് അവന് അത് മതിയെന്ന് പറഞ്ഞിട്ട് ഇതെടുത്തു. കാരണം ഓൾറെഡി പഴയ ബാഗുകൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ബാഗ് അങ്ങനെയാണ് ഇതെടുത്തത്. അപ്പോൾ ബാഗ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ടിഫിൻ്റെ ബാഗ് എടുത്ത് ഇത് അവരെ സെലക്ഷന് പിള്ളേരുടെ സെലക്ഷൻ ഇതാണ്. ടിഫിൻ ബാഗ്സ് ഓൾറെഡി നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ലാസ്റ്റ് ഇയർ മേടിച്ചതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വലിയ പൈസ ഉണ്ട്, 90 രൂപയൊക്കെ ഉള്ളൂ. 90 രൂപ 100 രൂപയുടെ റേഞ്ചിലാണ് ഈ ബാഗുകൾ വരുന്നത്. വലിയ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല. അകത്ത് റേറ്റാണ് ഇത് 180 രൂപയാണ്. ഇത് പക്ഷേ വലിയ പ്രൈസ് ഇല്ല. ഇത് ഒരു 100 രൂപ കണ്ടേ വരത്തുള്ളൂ, 90 രൂപ. ഇതൊരു 180 രൂപയാണ്. റീറ്റെയിൽ പ്രൈസ് 360 പക്ഷേ 180 രൂപയ്ക്കാണ് ഈ ബാഗ് എടുത്തത്. ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ട്, കട്ടിയുള്ളതാണ്, ചൂടൊക്കെ നിൽക്കും. അപ്പോൾ ഇത്രയും ബാഗിനെ കുറിച്ച് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി ഉള്ളതെന്ന് പറഞ്ഞത് കുറച്ച് പെൻസിൽ ബോക്സസ് കാണിച്ചു തരാം. പെൻസിൽ ബോക്സും ജോമെട്രി ബോക്സും. ഇത് ഈ വർഷം എടുത്തതല്ല, ലാസ്റ്റ് ഇയർ എടുത്തതാണ്. ലാസ്റ്റ് ഇയർ ഇതേപോലെ 10,000 റേഞ്ചിൽ നമ്മൾ സാധനങ്ങൾ എടുത്ത് ഏകദേശമൊക്കെ തീർന്നായിരുന്നു. കുറച്ച് സാധനങ്ങൾ പെൻസിൽ ബോക്സ് ഒന്നും കൊടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ ഒരു പെൻസിൽ ബോക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ കിടക്കുന്ന റേറ്റ് കുറവായതുകൊണ്ട് മാത്രം ഇത് സ്റ്റോക്ക് ചെയ്തതാണ്. ഇതിന് വലിയ പൈസയില്ല. ഇത് 50 രൂപ കണ്ടേ ഉള്ളൂ. ഈ ഒരു ജോമെട്രി ഡോമസ് 50 രൂപ. MRP 100 ഇട്ടിരിക്കുന്നത്, അത്ര ഇല്ല. ഇത് 50-60 രൂപ കണ്ട റേഞ്ചേ ഉള്ളൂ. പോലീസ് ക്യാൻറ്റീനിൽ നിങ്ങൾക്ക് ഇത് ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞൊന്നുമില്ല. പോലീസുകാർ നടത്തുന്നതാണ്. റേറ്റ് കുറച്ചിട്ട് ആർക്ക് വേണമെങ്കിലും കയറി മേടിക്കാം. അങ്ങനെ ഗവൺമെൻറ് ജോലിയോ അങ്ങനെ ഒന്നുമില്ല, റിസ്ട്രിക്ഷൻ ഒന്നും വെച്ചിട്ടില്ല. അത് സത്യത്തിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം സ്കൂൾ ടൈംസിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിച്ച് തരുമ്പോൾ നല്ല എമൗണ്ട് വരും. പക്ഷേ അതിന് നമുക്ക് നല്ലപോലെ സാധനങ്ങളും മേടിക്കാം, പിന്നെ നല്ല ക്വാളിറ്റിയും മേടിക്കാം. അപ്പോൾ ഇതൊരു ആർക്കിമിഡീസിൻ്റെ ജോമെട്രി ബോക്സ് ആണ്. ഇത് ഡോംസിൻ്റെതാണ്. ഡോംസിൻ്റെ ഇതിൻ്റെയും ഞാൻ കൊടുത്തില്ല. ഇത് രണ്ടും ഞാൻ കൊടുത്തില്ല, കഴിഞ്ഞ കൊല്ലം മേടിച്ചതാണ്. ഇത് ഈ കൊല്ലം ഒരെണ്ണം എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഇത് മേടിക്കാത്ത കാരണത്തിൽ നേരത്തെ ഒരു ജോമെട്രി ബോക്സ് ഉണ്ടായിരുന്നു. നമുക്ക് ലൂസായിട്ട് ഞാൻ കുറച്ച് സാധനം ഒന്ന് മേടിച്ചായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ട്രയാങ്കിൾ സ്കെയിലൊക്കെ നമുക്ക് ലൂസായിട്ട് മേടിക്കാം. വലിയ പൈസ ഒന്നുമില്ല, 20 രൂപയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ കിടപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. ഇതേപോലെ ലൂസായിട്ട് കിട്ടും. ഇപ്പോൾ ജോമെട്രി ബോക്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ കോമ്പസും ഡിവൈഡറും എല്ലാം അതിനകത്ത് തന്നെ കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് 2 സെറ്റ് മേടിച്ചായിരുന്നു. കാരണം ഇത് ഓടിച്ച് നശിപ്പിച്ച് കളയും പിള്ളേരെ. അപ്പോൾ ഇത് ഇപ്പോൾ ലാസ്റ്റ് ഇയർ മേടിച്ചതാണ്. ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 2 പീസ് അത് കൊടുത്ത് കേടായി. പിന്നെ ജോമെട്രി ബോക്സ് കിടക്കുക, അതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഇതിൽ ഡോമസിൻ്റെയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഒരു റബ്ബർ, ഒരു ഷാർപ്പനർ, പിന്നെ ഇതൊരു കോമ്പസ്, ഒരു ഡിവൈഡർ. പക്ഷേ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. ഇതിലൊരു ക്യാപ്പുണ്ട്. ഈ സൂചി ഇങ്ങനെ പൊത്ത് കയറാതിരിക്കാൻ വേണ്ടി ഇതിലൊരു ക്യാപ്പ് തന്നിട്ടുണ്ട്. ഈ ക്യാപ്പ് ഉപയോഗമുണ്ട്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പേനയുണ്ട്. 2 പേന ഇതിനകത്ത് അവർ തരുന്നുണ്ട്. ഒരെണ്ണം സ്കെച്ച് പെന്നാണ്, ബ്ലാക്ക് കളർ. ഒരെണ്ണം ജെല്ലിങ്ക് പെന്ന് വരും. പിന്നെ ഒരു പെൻസില്, സ്കെയില്, പിന്നെ വേറൊരു സാധനം ഇതിൻ്റെ കൂടെ കിട്ടും. ദാണ്ട് ഈ ഒരു സാധനം, ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉള്ളതാണ്. ദാണ്ട് ഈ സാധനം പിടിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നതാണ്. ഇതിനെ ടൈറ്റ് ചെയ്യാം, നമുക്ക് ടൈറ്റും യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറച്ച് ഉപയോഗമായി ഉള്ള സാധനമുണ്ട്. വലിയ പ്രൈസായില്ല, 50-60 രൂപയ്ക്ക് ഇതൊക്കെ ധാരാളമാണ്. ഡോംസിൻ്റെതാണ്. ക്യാൻറ്റീനിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് അടച്ചാന്ന് അറിഞ്ഞൂടെ. സ്കൂൾ ടൈം 2 മാസം വരെ അങ്ങോട്ട് ഓപ്പണാണ്. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ക്ലാസ്മേറ്റിൻ്റെ ആർക്കിമിഡീസ് എന്ന് പറഞ്ഞ ഒരു ജോമെട്രി ബോക്സാണ്.
ഇത് കുറച്ചുകൂടെ വലിയ ഇതില്ല, പക്ഷേ റേറ്റ് എനിക്ക് ഓർമ്മയില്ല, എന്നാലും വലിയ പ്രൈസ് ആയിട്ടില്ല. ഇതിൻ്റെ MRP ഞാൻ നോക്കട്ടെ. MRP എന്ന് പറയുന്നത് 200 രൂപയാണ്. 200 രൂപ ഇപ്പോൾ പകുതി പൈസ കണ്ടായാലും 120 രൂപ വരെ ആയിട്ടുണ്ടാവും. ലാസ്റ്റ് ഇയർ എടുത്തതാണ്, 2025 എടുത്തതാണ്. പിന്നെ ഇതിൽ നോർമലായിട്ടുള്ള ഇതാണ്. ഷാർപ്പനർ വളരെ നല്ല ക്വാളിറ്റിയിലുണ്ട്. പിന്നെ ഒരു സാധനം ഇതിൻ്റെ കൂടെ കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇത് കിട്ടും, ഈ മെഷർമെൻറ്റ് ഫോർമുലാസ് എന്ന് പറഞ്ഞൊരു ഇത് കിട്ടുന്നുണ്ട്. ബാക്കി സ്കെയിലൊക്കെ ഒത്തിരി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് ക്ലാസ്മേറ്റ്സിൻ്റെയും ഡോംസിൻ്റെ ഒക്കെ ഇത്തിരി ക്വാളിറ്റി നല്ല കട്ടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ വെക്കാനുള്ള കറക്റ്റ് ഫിറ്റിംഗ് ഇളവി പോകത്തില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ പെൻസിൽസിൻ്റെ ഈ ഇത് കിട്ടും, ലെഡ്സ്, അതിന് റിസംബിൾസ് ആയിട്ടുള്ള പെൻസിൽസും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തത് റീഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ കോമ്പസും നല്ല ക്വാളിറ്റി കോമ്പസാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം ഇത് ഡിറ്റാച്ചബിൾ അല്ല, അതുകൊണ്ട് ഇത് ഗുണമാണ്. ഇപ്പം കാരണം ലാസ്റ്റ് ടൈം എടുത്തതിൽ ഇത് ഇങ്ങനെ ഡിറ്റാച്ചബിളാണ്, ഇതിങ്ങനെ ഇളക്കി കളയും, അപ്പോൾ ഇതങ്ങ് പോവും, ഇളവി പോകും, ഇതും ഇളവി പോകും. അപ്പോൾ ഇത് അങ്ങനെ ഒരു സാധനമല്ല, ഇത് കുറച്ചുകൂടെ കിടക്കുന്ന സാധനമാണ്. ക്വാളിറ്റിയാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ക്ലാസ്മേറ്റിന് നോർമൽ റേസർ കിട്ടും, ഒരു പെൻസിൽ കിട്ടും, അത്രയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് ഉപയോഗിക്കാം. കാരണം രണ്ടുപേരുള്ളതുകൊണ്ട് ഒരാൾക്ക് മാറ്റിയും തിരിഞ്ഞൊക്കെ ഉപയോഗിക്കാം. ഇനിയിപ്പം അടുത്ത കൊച്ചിന് വലുതായി വരുമ്പോൾ അവർക്കും ഇതേപോലെ ഉപയോഗിക്കാം. ക്യാമലിൻ്റെ ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് റേറ്റ് കുറവാണ്. ഇത് 350 രൂപയാണ്. പക്ഷേ ഇത് എടുത്തപ്പോൾ എനിക്ക് 180 200 അടുപ്പിച്ചായി. ഇത് ഞാൻ എടുത്തതിന് ഇതിൻ്റെ ക്വാളിറ്റിയും പിന്നെ ഒത്തിരി ഹൈ ക്വാളിറ്റിയാണ്. എന്ന് വെച്ചാൽ എഞ്ചിനീയറിങ് ലെവലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ പിന്നെ റേറ്റ് എല്ലാ കൊല്ലവും കയറും, അപ്പോൾ ആ ടൈമിൽ എടുക്കാൻ ചെല്ലും. അപ്പോൾ ഇപ്പോഴൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഒരു വളരെ ക്ലാസിയായ സാധനമാണ്. വളരെ സൂക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വെച്ച് ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ വേറെയാണ്. ക്യാമലിൻ്റെ ആണ്. സ്കെയിൽ അത്ര ഒരു ക്വാളിറ്റി ഇല്ല, അതത്ര. പക്ഷേ ഇതിൻ്റെ ബാക്കി ഐറ്റങ്ങൾ, ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ ഒരു ലുക്കും, പിന്നെ ഈ കോമ്പസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കോമ്പസാണ്. കോമ്പസ് മാത്രമല്ല, ഡിവൈഡർ ഇതിൻ്റെ കൂടെ ഇല്ല. ഇതൊരു ഇത്തിരി നല്ല ക്വാളിറ്റി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതൊക്കെ ഇനി പിള്ളേർക്ക് അറിയത്തുള്ളൂ ഇത് എന്താണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ഇത് ലൂസായി വരും. ഇങ്ങനെയാണ് ഇത് പോണത്. കുറച്ചുകൂടെ എളുപ്പമാണ്. മറ്റേത് നമ്മൾ കൈ കൊണ്ട് ചെയ്യണം. പക്ഷേ ഇതിന് നമുക്ക് ഇങ്ങനെ ഈ തിരിക്കപ്പോൾ കറക്റ്റ് അളവിന് വന്നോളൂ. മറ്റേ നമ്മൾ കൈ കൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇത്. പക്ഷേ ഇതിലൊരു സ്വിച്ച് ഉണ്ട്, അതിനനുസരിച്ച്. പിന്നെ ഇത് നല്ല ക്വാളിറ്റി SS ആണ് കേട്ടോ. ഇത് SS-ൻ്റെ ക്വാളിറ്റിയിലാണ് ഈ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോമ്പസിന് പകരമാണ് ഇത് തന്നിരിക്കുന്നത്. ഇതിനെ സെൻറ്റർ ഇതിൽ കയറ്റി വെച്ച് പിൻ ചെയ്യാനാണ്. ഇത് പിന്നാണ്. ഇതിലൊരു ബുഷ് വെച്ചിട്ടുണ്ട്, അത് ഇളക്കിയെടുത്ത് തിരിച്ച് കുത്താം. അപ്പം അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള സാധനമാണ്. എന്തൊക്കെ പണ്ട് നമ്മളിൽ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഡിവൈഡർ ഇതൊക്കെ ഒരുപാടുണ്ട്. പിന്നെ പെൻസിൽ, ഒരു പേന കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു എലിഗൻറ്റ് ലുക്കാണ്. കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് വെച്ച് സ്റ്റൈലിഷായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഇതാണ്. അപ്പോൾ പിള്ളേരൊക്കെ കുറച്ചുകൂടെയൊക്കെ വലുതായി കഴിഞ്ഞൊരു 11th or 12th ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ടൈം അങ്ങനെയൊക്കെ വെച്ച് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ജോമെട്രി ബോക്സ് ഇത്രയാണ് ഉള്ളായിരുന്നത്. അപ്പോൾ അടുത്ത നിങ്ങൾക്ക് കാണിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ലൂസായിട്ട് മേടിക്കുക. ഇത് ബെറ്ററാണ്. കാരണം വലിയ എമൗണ്ട് ഒന്നുമില്ല. കഴിഞ്ഞ കൊല്ലത്തെ പെൻസിൽ ജോമെട്രി ബോക്സ് ഉണ്ടെങ്കിൽ നമുക്കിത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ ജോമെട്രി ബോക്സിൽ ഇങ്ങനെ ലൂസായിട്ട് നിങ്ങൾക്ക് എല്ലാ സ്റ്റേഷനറി കടയിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മേടിക്കാം. പിന്നെ ഇതിനൊന്നും വലിയ പൈസയൊന്നുമില്ല. ഇത് 30 രൂപ 50 രൂപ അങ്ങനെയുള്ള റേഞ്ചാണ്. ഇത് ഞാൻ മേടിച്ചത്, ഇതിൽ ഞാൻ എടുത്തത് ഇത് ഇത്രയും ലാസ്റ്റ് ഇയർ എടുത്താണ്. ഞാൻ കൊടുത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ പിള്ളേരിൽ ഒരുപാട് പെൻസിൽ ബോക്സൊക്കെ ഇങ്ങനെ എടുക്കും ഇവർക്ക് ഇങ്ങനെ ഉത്സവ പറമ്പിൽ അങ്ങനെ. അപ്പോൾ ഇത് മേടിച്ച് വെച്ചെന്നേ ഉള്ളൂ. ഇത് വലിയ പ്രൈസൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത്
ഒരു ചെറിയ മിനി ലൈറ്റ് വരുന്നുണ്ട്. അതെ, ഇങ്ങനെ ഒരു ലൈറ്റ് വരും. ഇത് ക്യാൻറ്റീൻ തന്നെയാണ് എടുത്തത്. വലിയ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല. നോർമൽ നമ്മൾ വെളിയിൽ കൊടുക്കുന്നതിനും പകുതി വില ആയിട്ടുള്ളൂ. പിന്നെ ഇതും അതേപോലത്തെ ഒരു പെൻസിൽ ബോക്സാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, അത് മോളിന് കൊടുത്തു, അത് ഓൾറെഡി ഡാമേജ് ആയി. ഇത് ഈ വർഷം എടുത്തതാണ്. ഇതിൻ്റെ പ്രൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതിന് വലിയ പ്രൈസ് ആയിട്ടില്ല, നിങ്ങൾക്ക് അവിടെ പോയി എടുക്കാനേ ഉള്ളൂ. ഇത് 100ൻ്റെ അകത്തൊക്കെ ഉള്ളൂ. ഈ പെൻസിൽ ബോക്സൊക്കെ 100 രൂപയുടെ അകത്തേ വരത്തുള്ളൂ. വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല പെൻസിൽ ബോക്സിന്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, കാരണം വെച്ചാൽ ഓൾറെഡി അവരിൽ പെൻസിൽ ബോക്സ് ലാസ്റ്റ് ഇയറിൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് അവർ യൂസ് ചെയ്ത് അതിന് ശേഷമേ കൊടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ 2 വാട്ടർ ബോട്ടിൽ എടുത്ത്. വാട്ടർ ബോട്ടിൽ ലാസ്റ്റ് ഇയർ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് എടുത്തത്. വെറും 50 രൂപയ്ക്ക് ആണ് എടുത്തത്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കട്ടി ശകലം കുറവായിരുന്നു. അതിൽ വാട്ടറും ലീക്ക്, അടപ്പടച്ചാലും ലീക്ക് ആവുമായിരുന്നു. പിന്നെ ഓൾറെഡി അത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് അങ്ങനെ സ്കൂളിലത്തേക്ക് അത് പറ്റില്ല, കാരണം അതിൻ്റെ വാഷിങ് ചെയ്യാൻ ഒത്തിരി പാടാണ്. അതിൻ്റെ നോസിൽ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇത് സെൻസിൻ്റെ ഒരു വാട്ടർ ബോട്ടിലല്ല, ഇത് ഫ്ലാസ്ക് ടൈപ്പാണ്. 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്, ഞാൻ കൊടുത്ത റേറ്റ്. കാരണം ലാസ്റ്റ് ടൈമിൽ പർച്ചേസിങ്ങിന് പോയപ്പോൾ മേടിച്ചാണ്. ഇതിൻ്റെ യഥാർത്ഥ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈസ് ഇല്ല, ഇത് 9,880, 989 ആണ്. ഇത് 600 ആണ് കൊടുത്തത്. 600 പ്രൈസ് കൊടുത്ത്. മോക്കി പിങ്ക് കളർ അവർക്ക് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. ഇത് ഫ്ലാസ്ക് പോലത്തെ ഒരു സാധനമാണ്. ചൂടുവെള്ളമോ തണുത്ത വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് ആയത്. വാട്ടർ ബോട്ടിലല്ല. പിന്നെ ഇത് ഞാൻ മെയിനായിട്ട് വാട്ടർ ബോട്ടിൽ എനിക്ക് വാഷ് ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ക്രബ്ബർ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റണം വാട്ടറൊക്കെ. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ജ്യൂസോ ഇതിന് മേടിച്ചിട്ട് പിന്നെ വാഷിങ് പറ്റില്ല. മറ്റേ നോസിൽ ചെയ്ത ഇതേപോലത്തെ നോസിൽ ഫിക്സ് ആയിട്ടുള്ള നോസിലാണെങ്കിൽ നമുക്കത് പറ്റില്ല, കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലത്തെ വാട്ടർ ബോട്ടിൽസാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. സ്റ്റീലിൻ്റെതാണ്. കൊടുത്താലും പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തത്. പിന്നെ അത് റീയൂസബിൾ ആണ്, കുറേ വർഷം ഇരിക്കുമെന്ന് തോന്നുന്നു. ഞാനൊരു മോൻ LKG പഠിച്ചപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എടുത്തായിരുന്നു. അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. രാമചന്ദ്രൻ എന്നാണ് എടുത്തത്. അത് വലിയ പ്രൈസൊന്നും ആയില്ല ആ ടൈമിന്. അതിൻ്റെ ഡിസൈൻ ഏകദേശം ഇതേപോലത്തെ ഒരു ഡിസൈനായിരുന്നു, കുറച്ചുകൂടെ വലുതാണ്, ഇതേപോലത്തെ വലുത്. അപ്പോൾ ഇതിങ്ങനെ അടയ്ക്കാൻ എളുപ്പമാണ്, പിള്ളേർക്ക് തുറന്ന് എടുത്ത് ടൈറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ ചില കഴിയുമ്പോൾ ലിഡ് പൊട്ടിപ്പോകും. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എപ്പോഴും നോക്കണം. പിള്ളേർക്ക് ചിലപ്പോൾ ഈ മറ്റേ ഇങ്ങനെ വലിയ വായാണെങ്കിൽ ഇതേപോലത്തെ വലിയ വാ വെച്ച് കുടിക്കാൻ പറ്റത്തില്ല വാട്ടർ ബോട്ടിൽ. ചിലപ്പോൾ മുഖത്ത് കയറി, ബസ്സിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ, വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ, ചിലപ്പോൾ ബസ് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ ഇവർ ഇതേപോലെ ആയിരിക്കും മൂക്കി കയറും. അപ്പോൾ ഞാൻ കാറിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ ചൂസ് ചെയ്യത്തുള്ളൂ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി. ചെറിയ വായായിരിക്കണം, പക്ഷേ ഇതേപോലെ ഓപ്പൺ ചെയ്ത് ഫുള്ളായിട്ട് കഴുകാനും പറ്റണം. അപ്പോൾ അങ്ങനെ നോക്കി കിട്ടിയില്ല. ഉണ്ട്, ഒരുപാട് ബോട്ടിൽസ് അവൈലബിൾ ആണ്, പ്ലാസ്റ്റിക്കിലും അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഇവർക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടുത്തതാണ്. ഇത്തിരി പ്രൈസ് കൂടുതലാണ്. 600 വാട്ടർ ബോട്ടിലിന് ഒത്തിരി ഹൈ ആണ്. ഇത് വാട്ടർ ബോട്ടിൽ അതായത് ഫ്ലാസ്ക് മോഡലാണ്. എന്നാലും നമുക്കൊരു 1000 രൂപ കൊടുക്കേണ്ട ഒരു 400 രൂപ കുറഞ്ഞ് കിട്ടിയെന്നുള്ള രീതിയുള്ളൂ. പിന്നെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പല കളറിൽ അവൈലബിൾ ആണ് അവിടെ, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ച് തരാനാണ്. കാണുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റൊക്കെ വേണ്ടേ. ഇത് മോണിനെടുത്തതാണ്. ഇത് നോർമൽ വാട്ടർ ബോട്ടിലാണ്. ഇത് 200 രൂപയുള്ളൂ. 200 രൂപയുടെ വാട്ടർ ബോട്ടിലാണ്. 200 രൂപ എന്താ വെച്ചാൽ 100 സംതിങ് അങ്ങാണ്ടാണ്. ഞാൻ റൗണ്ടാക്കി പറഞ്ഞതേ ഉള്ളൂ. 200 വരും. ഇത് നോർമൽ വാട്ടർ ബോട്ടിലാണ്. ഇതിലൊന്നുമില്ല. ഇത് ശകലം വലുതാണ്. മോന് കുഴപ്പമില്ല, കാരണം മോൻ 6 വയസ്സ് 6ാം ക്ലാസ്സിലായി. അപ്പം അവന് കുഴപ്പമില്ല, അവന് ഇത് മതിയെന്നാണ് ഇതെടുത്തത്. ഇതും വാഷബിളാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 304 സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കഴുകാൻ പറ്റും, ഒത്തിരി നമുക്ക് ബ്രഷൊക്കെ കയറ്റി കഴുകാൻ പറ്റും. അതുകൊണ്ട് ഇതെടുത്തു. ഇത് 1 ലിറ്ററാണ് വരുന്നത്. 1 ലിറ്റർ 1000 ml ആണ്. സെർവ്വെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യാൻ ലീക്ക് പ്രൂഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, അറിഞ്ഞൂടാ. ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ 419 രൂപയാണ്. പക്ഷേ പകുതി പ്രൈസിനാണ് തന്നത്. 200 രൂപ അങ്ങനെയാണ് ആയത് ഇതിൻ്റെ.
നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസിനും സാധാരണ നോർമലി 100-200 രൂപ ആവാനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല യൂസിന് പറ്റും. പ്ലാസ്റ്റിക് ചൂടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കെമിക്കൽ അതിലുണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ബോട്ടിൽസാണ് എപ്പോഴും നമുക്ക് നല്ലത്. അതുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് മാറിയത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടിഫിൻ ബോക്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് മാറുകയാണ് ചെയ്തത്. കാരണം ഇത് ചൂട് ഐറ്റങ്ങൾ കൊടുത്തപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നോൾട്ടേരതാണ്. ഈ നോൾട്ടേരത് ഇത് ചെറിയ കുറച്ച് ഐറ്റമേ കൊള്ളത്തുള്ളൂ, മോക്ക് കുറച്ചേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐറ്റം എടുക്കുകയാണ് ചെയ്തത്. ഇത് ഒത്തിരി കട്ടി സ്റ്റീലാണ് നോൾട്ടേരത്, കട്ടി സ്റ്റീലാണ്. ഓപ്പണിങ് ഒത്തിരി ടൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ പിള്ളേർക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പാത്രം അടയ്ക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പാത്രം അത്ര ഇൻട്രസ്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അടയില്ല, ഇത് ലൂസായിരിക്കും. അപ്പോൾ ഇതില്ലാതെ ഇത് അടയത്തില്ല. നോർമലി ഇതുപോലത്തെ അതിൻ്റെ 2 ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരെണ്ണം ഇത് മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ ഇത് അടയത്തില്ല. അപ്പോൾ ഇത് കളയരുത്. ഇതിൻ്റെ ഉയരത്തെ ഈ തട്ട് എപ്പോഴും വേണം. നമ്മൾ ആഹാരം ഇതിനകത്ത് വെച്ചില്ലെങ്കിലും ഇത് വെച്ചാലേ ഇത് കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആയിട്ട് വരും. നല്ല ക്വാളിറ്റി ഐറ്റമാണ് ഇത്. ഇതിൻ്റെ റേറ്റ് ഇത് 470 MRP. പക്ഷേ ഇത് എനിക്ക് തോന്നുന്ന ഒരു 225 എത്രയെങ്ങാണ്ട് അവരെ മേടിച്ചിട്ടുണ്ട്. ഇതിന് അത്രയെങ്ങാണ്ട് ബില്ലിൻ്റെ ഇരിപ്പുണ്ട്. അത് നോക്കുന്നില്ല, ജസ്റ്റ് ഒരു അപ്രോക്സിമേഷൻ പറയണതാണ്. അപ്പോൾ തെറ്റില്ല. ചെറിയ കുട്ടികൾക്ക് ധാരാളം ആഹാരം ആവശ്യത്തിനുള്ളത് കൊണ്ടുപോകാം. ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു നേരത്തേക്കുള്ള ചെറിയ ഫുഡായിരിക്കും, ഒത്തിരി ഒതുങ്ങിയിരിക്കും. സ്ക്വയറാണ് എനിക്ക് നോർമലി ഇഷ്ടം. പിന്നെ കുറച്ച് പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ക്വാളിറ്റി നല്ല കുറവാണ്, അല്ല ക്വാളിറ്റി നല്ലതാണ്. ഇത് കമ്പനിയാണെന്ന് എനിക്കറിയില്ല. നല്ല കട്ടി സ്റ്റീലാണ്, വെയിറ്റ് ഉണ്ട്. 426 രൂപയാണ്. ഇത് ഒത്തിരി അവിടെ ഉള്ളതിൽ ഒത്തിരി റേറ്റ് കൂടുതലുള്ള സാധനമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ എന്തൊരു കാർട്ടൂൺ ക്യാരക്ടർ എങ്ങാണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ നോർമലി പ്ലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ എടുത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ചൂട് ഐറ്റം കൊടുത്ത് വിടാൻ വേണ്ടിയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് അപ്പോൾ കുറച്ച് അപകടമായതുകൊണ്ട് മാത്രം. അപ്പോൾ ഇതും ഇതേപോലെ എടുത്ത് അപ്പോൾ പോടും. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മൾ ടിഫിൻ ബോക്സൊക്കെ നമുക്കിനി എടുക്കേണ്ടി വരില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇത്രയും സ്റ്റീൽ കിടക്കുന്നുണ്ട്. ഇത് കേടാവത്തില്ല, കിടന്നോളൂ. കാരണം ഇതിന് 2 കൊല്ലം മുമ്പ് എടുത്ത സ്റ്റീൽ പാത്രങ്ങളും ടിഫിൻ ബോക്സ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. പിന്നെ വേറൊരു ടിഫിൻ ബോക്സ് വരും. അതിന് മറ്റേ അകത്ത് ഒരു കോട്ടിങ് പ്ലാസ്റ്റിക് വെച്ചിട്ട് വെളിയിൽ പ്ലാസ്റ്റിക്, ഇൻസൈഡ് സ്റ്റീലായിരിക്കും. അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അട്ട് പൊടിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങി പാത്രത്തിൻ്റെ സൈഡിൽ കയറി നിൽക്കും. അപ്പോൾ അത് ഒരു സ്മെല്ലും പിന്നെ ചിലപ്പോൾ അത് ലീക്ക് ഔട്ടായിട്ട് ഫുഡായിട്ട് കണ്ടാമിനേറ്റ് ആയി പോകും. അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല, അത് ഞാൻ അവോയ്ഡ് ചെയ്ത്. സ്റ്റീലിനും വരുന്നുണ്ട്, സ്റ്റീല് കവറിങ്, അത് കുഴപ്പമില്ല. പക്ഷേ പ്ലാസ്റ്റിക് ഔട്ട്സൈഡ് ഇൻസൈഡ് സ്റ്റീൽ വെച്ച പാത്രങ്ങൾ എടുക്കും. അപ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങും. അത് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ. ഇതും ജസ്റ്റ് സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. ഇത് 169 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ചിലപ്പോൾ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഇത് യൂസ്ലെസ് ആവും. അതുകൊണ്ട് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. പിന്നെ ഇവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് വേണമെന്ന് പറഞ്ഞ് ഒരു തവണ എടുത്തു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. ഇതേപോലത്തെ സ്റ്റീൽ പാത്രങ്ങളാണ് എപ്പോഴും നല്ലത്. ഇതിലും ഇതുപോലെ ഒരു തട്ട് കിട്ടും. ഈ തട്ടില്ലെങ്കിലും ഇത് അടയും, അതൊരു ഗുണമുണ്ട്. മറ്റേതിൽ അങ്ങനെ പറ്റത്തില്ല, അതാണ് ഒരു ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങളെ യൂസേജ് നോക്കി എടുക്കാം. എനിക്ക് പ്രിഫറൻസ് ഇതായിരുന്നു. എനിക്ക് ഈ 2 ഇതിലും എനിക്ക് തോന്നുന്നു ഇതില്ലാതെ അടയുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സെലക്ഷൻ ചെയ്ത് എടുത്തത്. ഇവർക്ക് ഇഷ്ടപ്പെട്ടു, കട്ടിയുണ്ട്, അടയും തോന്നുന്നു. ഇതടയും, ഇതില്ലെങ്കിൽ ഇതടയും. പിന്നെ ഇത് വെച്ചാൽ കുറച്ചുകൂടെ ഫുഡ് സൈഡിൽ കൂടെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്യാതെ ഇരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ലൂസായി പോയെന്ന് പറഞ്ഞ് ഇത് നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല. ഇത് ശകലം ഇവിടെ നിന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. പ്ലെയർ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് ആവും. നേരത്തെ ഒരു പഴയ എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഇത് മോന് വേണ്ടി എടുത്തതിന് അവർക്ക് ഈ ഫ്ലവേഴ്സ് ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ഇത് 237 രൂപയാണ് അവിടുത്തെ പ്രൈസ്. ഇത് 290 രൂപയാണ്, പക്ഷെ വലിയ പ്രൈസ് കുറച്ചിട്ടില്ല. എന്നാലും
കുഴപ്പമില്ല. ഡയമണ്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതും ഡയമണ്ടാണ്. ഇതും ഡയമണ്ടാണ്. ഇതും ഡയമണ്ടാണ്. ഇത് മഹാരാജാണ്. അപ്പോൾ ഇത്ര ഐറ്റം ആണ് നമ്മൾ ഇപ്പോഴും എടുത്തത്. ടിഫിൻ ബോക്സ് എല്ലാം ഈ വർഷം എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ച് ബാലൻസ് ഉള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും ഷൂസും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഷൂസുകളാണ്. ഷൂസ് ക്യാൻറ്റീനിൽ നിന്ന് എടുത്തതല്ല. ഇത് ഇത്രയും നമ്മൾ ബാറ്റയുടെ ഷോറൂമിൽ നിന്ന് എടുത്തതാണ്. വരുന്ന വഴിയിൽ ബാറ്റയുടെ ഷോറൂമിൽ നമ്മൾ കയറി എടുത്തതാണ്. ഇത് ക്യാൻറ്റീനിൽ നിന്ന് എടുത്തതാണ്. ഇതൊന്നും വലിയ പ്രൈസ് ആയിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് 329 രൂപയാണ്. എനിക്ക് തോന്നുന്നത് 200 രൂപയ്ക്ക് അങ്ങനെ മേടിച്ചത്. 329 രൂപയാണ്. 200 രൂപ സംതിങ് ആയിട്ടുണ്ട് ഇതിൻ്റെ റേഞ്ച്. ബാറ്റയുടെ കൊച്ചുങ്ങളെ ഷൂസാണ്. 12 തൊട്ട് 25, 10 സൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്റയുടെ ഷൂസാണ്. അപ്പോൾ മറ്റേ ഷൂസ് ആയാലും നല്ലത്. ഗേൾസ് ആയാലും മറ്റേ വേറൊരു ബോയ്സ് എന്ന് പറഞ്ഞൊരു വരില്ല, അത് കുറച്ചുകൂടെ കാലിന് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടും. ഇതും ബാറ്റയുടെ ഷോറൂമിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് മോൻ്റെ ഷൂസാണ്. മോന് 2 ഷൂസ് എടുത്തു, സൈസ് 3. കാരണം എന്ന് വെച്ചാൽ അവൻ പെട്ടെന്ന് ഡാമേജ് ചെയ്യും. കിടന്ന് ഓടുകയും പിടിക്കുകയും ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഡാമേജ് ആവും. പിന്നെ നനച്ച് വാരിക്കൊണ്ടുവന്ന് നെക്സ്റ്റ് ഡേ അടുത്ത ഷൂസ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് അവന് ഈ തവണ 2 ഷൂസ് എടുത്തായിരുന്നു. കഴിഞ്ഞ തവണ ഇതേപോലെ ഒത്തിരി പ്രോബ്ലമൊക്കെ വന്നു. പിന്നെ നമ്മളല്ലാതെ പിന്നെ പോയി ഷൂസ് നോർമൽ വീട്ടിൽ ഇടുന്ന ഷൂസൊക്കെ എടുത്ത് കൊടുത്തിരുന്നു. അല്ലാതെ പിന്നെ വേറെ ഷൂസ് എടുക്കേണ്ടി വന്നു ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഔട്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ഈ തവണ നമ്മൾ 2 ഷൂസ് എടുത്തു. സൈസ് 3 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി എത്ര ദിവസം ഓടുന്ന കാലവൻ്റെ വലുതാവും അറിഞ്ഞൂടാ. ബാറ്റയുടെ കുറച്ചുകൂടെ എനിക്ക് ഒഡീസിനെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാറ്റ ഷൂസ് എന്ന് പറഞ്ഞാൽ ഒഡീസി ശകലം വെയിറ്റ് കൂടുതലാണ്. അതുപോലെ ക്വാളിറ്റിയൊക്കെ ഏകദേശം ശകലം വെയിറ്റ് കൂടുതലാണ്. ബാറ്റ ശകലം ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഇങ്ങനത്തെ ഷൂ ഇതിന് ലൈറ്റ് വെയിറ്റ് ഉള്ള ഷൂസ് ഉണ്ട്, സ്പോർട്സ് ഷൂസ് ഉണ്ട്. ബാറ്റയുടേതും അല്ലാത്ത കമ്പനിയുടെയൊക്കെ ഉണ്ട്. വാക്രോറയൊക്കെ ഉണ്ട്. വാക്രോറ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ഫീലാണ്. ഇത് കുറച്ചുകൂടെ ഹാർഡാണ്. അകത്ത് കുറച്ച് ഇവിടെ മാത്രമേ കുഷ്യനിന്നുള്ളൂ, ബാക്കി ഇവിടെ ഒന്നും അത്ര കുഷ്യനില്ല. അതാണ് ഒരു വിഷയം. പിന്നെ അവന് കുറച്ച് ഹാർഡായിട്ടുള്ളത് വേണം, മാറ്റിയെടുക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ അവർക്ക് ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രീതി തന്നെ എടുത്തത്. ഇതിൻ്റെ മോൻ്റെ ഷൂസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 549. ഇത് ഒരു 300 സംതിങ് അങ്ങനെ കൊടുക്കും. 300. ഇത് എനിക്കൊന്നൊരു 200 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഞാൻ ക്യാൻറ്റീനിൽ എടുത്തതാണ്. പിന്നെ ഇതും ക്യാൻറ്റീനിൽ എടുത്തതാണ്. ഇത് വലിയ പ്രൈസൊന്നും ആവില്ല കേട്ടോ. ഇത് 92 രൂപ, അവിടെ 40 രൂപയൊക്കെ വലിയ പ്രൈസ് 40 രൂപയ്ക്കൊക്കെ കിട്ടും. ലിക്വിഡും എടുത്തിട്ടുണ്ട് 3. ഇതിൽ 2 ലാസ്റ്റ് ഇയർ എടുത്തതാണ്. അത് യൂസിങ് വന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു, അത് ഇതുവരെ തീർന്നിട്ടില്ല. അതിപ്പോഴും ഉണ്ട് കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ടി വന്നില്ല. അതുകൊണ്ട് അത് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഈ വർഷം അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ എല്ലാവരെയും ഇതുമായിട്ട്. പിന്നെ ഇപ്പം ഞാൻ അല്ലാതെ കുറച്ച് ബാറ്റയുടെ ഷൂസുകൾ കാണിച്ചു തരാം. ബാറ്റയുടെ ഷൂസ് ഇതൊരു ഫങ്ഷൻ ഉണ്ട്, അതുകൊണ്ട് എടുത്തതാണ്. ഇത് ലേഡീസിൻ്റെതാണ്, വൈഫിൻ്റെ എടുത്തതാണ്. കോംഫോ ഫിറ്റ് എന്ന് പറയും. ഇത് എനിക്ക് തോന്നുന്ന ഒരു 1500 1600 എത്ര റേഞ്ചാണ്. സൈസ് 5. ഇത് ഒരു സോഫ്റ്റാണ്. നേരത്തെ ഇതിൻ്റെ വേറൊരു മോഡൽ എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് കുഷ്യനിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. ലെതറല്ല കേട്ടോ, ഇത് ലെതറല്ല, ഒരു റെക്സിൻ തന്നെയാണ്. പിന്നെ ഒരു ഫങ്ഷന് വേണ്ടി എടുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും ഒരെണ്ണം എടുത്ത്. ഇതൊരു പുതിയ ഡിസൈൻ വന്നതാണ് ബാറ്റയുടെ. ഇത് 2000 അടുപ്പിച്ച് കൊണ്ട് അതിൻ്റെ റേറ്റ് ഉണ്ട്. ഇതും കംഫർട്ടാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്, നമ്മൾ വാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഷൂസാണ്. പക്ഷേ ഇതിൻ്റെ ഡിസൈനിങ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്കിതിൽ കാണാം, ഡിസൈനിങ് കുറച്ച് ഇങ്ങനെ വളച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫങ്ഷണലായിട്ട് ഇടാം, അല്ലാതെ നമുക്ക് നോർമൽ കാഷ്വൽ വെയർ ആയിട്ട് നടക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ആണ് വന്നത്. പിന്നെ പിള്ളേർക്ക് അതേപോലെ എടുത്ത് മോനും എടുത്തായിരുന്നു. മോന് ഇതേപോലെ ഷൂസ് എടുത്തത് ഇത് 1300 രൂപ കണ്ടായി.
ഇത് പക്ഷേ സൈസ് ശകലം വലുതെടുത്ത്, കാരണം എപ്പോഴും ഇത് യൂസ് ചെയ്യില്ല. ഇത് 5 സൈസ് എടുത്തിരിക്കുന്നത്. ഇതിന് നോർമലി ഇപ്പം 3, ഒരു 4 മാസം കഴിയുമ്പോൾ അവന് 4 സൈസിലേക്ക് മാറുമെന്ന് എനിക്കറിയാം, കാരണം കഴിഞ്ഞ കൊല്ലം ഇതുപോലെ പറ്റിയതാണ്. അപ്പോൾ ഇത് 5 എടുത്ത്, കാരണം ഇത് കണ്ടിന്യൂസ് എപ്പോഴും ഇടത്തില്ല, കാരണം സ്കൂൾ ഷൂസ് ഇട്ടുകൊണ്ട് പിന്നെ വൈകിട്ടൊന്ന് ചെരുപ്പായിരിക്കണം. അപ്പോൾ എവിടെയെങ്കിലും നോർമലി പോകണമെങ്കിൽ പിന്നെ അവന് ഇടാൻ വേണ്ടി മാത്രം ആദ്യം ഇത് അതിന് ഫംഗ്ഷനിൽ വല്ല ഇട്ടിട്ട് പിന്നെ നോർമലി അവൻ ഇടാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു പിള്ളേർക്ക് എപ്പോഴും എടുത്താൽ നിങ്ങൾ 1 സൈസ് കൂട്ടി വേണം എടുക്കുക, കാരണം കാല് പെട്ടെന്ന് വലുതാവും. മോക്കും അതുപോലെ ഇത് കറക്റ്റ് അളവാണ്, ശകലം ലൂസുന്നേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ലുല്ലൂന്ന് എടുത്തതാണ് കേട്ടോ. ഇത് 549 രൂപയുള്ളൂ. 11 സൈസാണ്. അതിപ്പോൾ 10 നിൽക്കുന്നത്, 11 എടുത്തതേ ഉള്ളൂ. അതേപോലെ ഇത് പാറ്റേന്ന് എടുത്തതാണ്. ഇത് 1300 രൂപയാണ്. കുട്ടികളുടെ ഷൂസ് ഇത്രയും റേറ്റിന് നമ്മൾ ആക്ച്വലി എടുക്കാൻ പാടില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് അവരത് ചോദിക്കുമ്പോൾ നമ്മൾ മേടിച്ച് കൊടുത്തു പോകണമാണ്. പൈസ ഇല്ലെങ്കിലും നമ്മൾ എടുത്ത് കൊടുക്കും, കാരണം അവരുടെ സന്തോഷം കാണാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് എടുത്ത് കൊടുക്കണതാണ്. പിന്നെ ഇത് കാണാത്തിരി ലുക്കും ഉണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അതിൽ ഇടാൻ വേണ്ടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെടുക്കുന്നത്. ഓൾറെഡി മോക്ക് ഒരുപാട് ഷൂസുകളുണ്ട്, കാരണം പോകുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം എനിക്ക് തോന്നുന്നൊരു 10 ജോഡി കണ്ട മോക്ക് മാത്രമുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് ചെറുതായി പോകുന്നുണ്ട്, കാരണം കാല് വലുതാവുന്നുണ്ട്, ചെറുതായി പോകും. അതുകൊണ്ടാണ് അത്രയും ജോഡികൾ കാരണം. പിന്നെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. പിന്നെ ഇത് ലൈറ്റൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് എടുത്തതാണ്. അപ്പോൾ ഇത് ഇട്ട് പെട്ടെന്ന് അഴുക്കാവും. ഇതിൻ്റെ പ്രോബ്ലം പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴുകി വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഇത് ഇളവിപ്പോവും. അപ്പോൾ ഇങ്ങനെ വൈറ്റ് കളറാണ് പ്രശ്നം. ഇത് ഇങ്ങനത്തെ കളറൊന്നും പ്രശ്നമല്ല, പക്ഷേ കുറച്ചുകൂടെ വലുതാകുമ്പോൾ കറക്റ്റാവുമായിരിക്കും. അപ്പം ഇത് ഇത്രയും ഷൂസിനെ കുറിച്ച് ഉള്ളൊരു ആയിരുന്നു ഒരു സെക്ഷൻ. ഇനിയിപ്പോൾ ബാക്കി ഞാൻ ബുക്സും ബാക്കി ചില്ലറ ഐറ്റങ്ങളെ ബാലൻസ് ഉള്ളൂ, അപ്പോൾ അതും കൂടെ കാണിക്കാം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഐറ്റങ്ങൾ ലൂസായിട്ടുള്ള ഐറ്റങ്ങളാണ് കഴിഞ്ഞ കൊല്ലത്തെ ഈ കൊല്ലത്തെയും കൂടെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കുടയാണ്. ഇത് ലാസ്റ്റ് ഇയർ മേടിച്ചാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 325 രൂപയാണ് ഈ കുടയ്ക്ക് വരുന്നത്. ഇത് 485 രൂപയാണ് ഇട്ടിരിക്കുന്നത് MRP. ഇത് ജോൺസിൻ്റെ കുടയാണ്. ജോൺസിൻ്റെ ഒത്തിരി ക്വാളിറ്റിയുള്ള കുടകളാണ്, അത്ര മോശമായ ഒരു കുടകളല്ല ജോൺസിൻ്റെ. പക്ഷേ ഇത് ഞാൻ ഇപ്പോഴാണ് തുറന്ന് നോക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകമൊക്കെ അത്ര കമ്പി അത്ര ഒരു ഇതല്ലെന്ന് തോന്നുന്നു എനിക്ക്. നേരത്തെ തന്നെ ഒരെണ്ണം ഇരിപ്പുണ്ട്, അത് ജോൺസിൻ്റെ ആണെന്ന് തോന്നുന്നു, കാരണം അതിനൊരു കുട്ടി അത് മോന് വേണ്ടി എടുത്തതാണ്. ഇതിൽ മറ്റേ യൂണിക്കോണൊക്കെ ഉള്ളതുകൊണ്ട് മോക്ക് ഇങ്ങനെ യൂണിക്കോണിനോടുള്ള പിള്ളേർക്ക് ഒരു ക്രേസ് കാണുമല്ലോ. അതുകൊണ്ട് ഒരു യൂണിക്കോൺ ലാസ്റ്റ് ഇയർ എടുത്തതാണ്, കാരണം അതിന് മുമ്പ് ഒരു ചെറിയ കുട ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അത് യൂസ് ചെയ്ത് ഏകദേശം അതിൻ്റെ കഥ കഴിച്ചു. ഇനി ഈ കൊല്ലം ഇത് കൊടുക്കുക. ഇതും ജോൺസിൻ്റെ ഒരു കുട എടുത്തിട്ടുണ്ട്, അത് നമുക്ക് എടുത്തതാണ്. ഇപ്പോൾ വൈഫിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എടുക്കാൻ. ഇത് ലാസ്റ്റ് ഇയർ എടുത്തതാണ്. നമ്മൾ ഒരു കുടയല്ല എടുത്തത്, നമ്മളൊരു 3-4 കുട എടുത്തായിരുന്നു. ഇത് 440 രൂപയാണ്. 645 MRP ഇട്ടിരിക്കുന്നത്. ജോൺസിൻ്റെതാണ്. കുഴപ്പമില്ല, തെറ്റില്ല കുട എന്ന് പറയാൻ. വളരെ ചെറുതാണ് കുട. കുറച്ചുകൂടെ വലിയ കുടകളാണ് നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, കാരണം ഇത് ഒരാൾക്കേ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മൾ കുറച്ച് ഇത് നമ്മൾ നനയും, കാരണം എന്ന് വെച്ചാൽ ഇത് ചെറിയൊരു കവറിങ് മാത്രമേ വരത്തുള്ളൂ. കുറച്ചുകൂടെ വലുതെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപയോഗപ്രദമാണ്. ഓക്കെ, അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. UV റേ പ്രൊട്ടക്ഷനാണ് ഈ സിൽവർ കളർ അടിയിൽ അടിച്ചിരിക്കണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഇത് വെയിലത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ UV റേസിനെ തടയാൻ വേണ്ടിയാണ് ഈ സിൽവർ കളർ ഒരു കോട്ടിംഗ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല, അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതാണിപ്പോൾ ഞാൻ കാണിച്ചത്. അതേപോലെ വേറൊരു കുടയും കൂടെ ഉണ്ട്, അതൊരു പ്ലെയിൻ കളർ കുടയാണ്. ഇത് മുകളിൽ ചെറിയ കുടയാണ്. ഇതിനകത്തും UV കോട്ട് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എടുത്ത കുടയിൽ 3 കുട നമ്മൾ ഉപയോഗിക്കാൻ എടുത്തു, 3ഉം ഡാമേജായി പോയി. കാരണം എന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പി ഇതൊക്കെ ഒടിയും, പിന്നെ അതിനെ റിപ്പയർ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അതിനും അപ്പോഴും 10-100 രൂപ ഒരു 2-3 എത്തിയാവുന്ന സമയം കൊണ്ട് ഒരു കുട എടുക്കണമായിരിക്കും ലാഭമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു 2-3 കുട എക്സ്ട്രാ എടുത്ത് വെച്ചു. ഈ കൊല്ലം ഞാൻ കുട എടുത്തില്ല,
കാരണം എന്ന് വെച്ചാൽ ഈ 3 കുട ഇരിപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ കുട വലിയ ഡാമേജ് ആയിട്ടില്ല, ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം നമ്മൾ കുറച്ച് സ്റ്റേഷനറീസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഇനിയുള്ളത് കുറച്ച് പേനകൾ എടുത്തു. ഒരു ഫുൾ ഇതായിട്ട് അങ്ങ് എടുത്തു, 20 പീസിൻ്റെ സെറ്റായിട്ട് അങ്ങ് എടുത്തു. ഇത് 100 രൂപയാണ് പാക്ക്, പക്ഷേ ഇത് 60 രൂപ എങ്ങാണ്ടാണ് അവർ എടുത്തത്, ചാർജ് ചെയ്തത്. 60 രൂപയ്ക്ക് 20 സെറ്റ് പേന കിട്ടും. അത് ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കണമെന്നാണെന്ന് തോന്നുന്നു അവരങ്ങനെ തരുന്നത്. പിന്നെ റബ്ബർ, ഇതൊക്കെ എനിക്ക് അത്ര ഓർമ്മയില്ല എത്രയാണ്, എനിക്കൊന്ന് 10-15 രൂപയായിരിക്കും. സ്റ്റാർ ഡിസൈനുള്ളതാണ്, ലാസ്റ്റ് ഇയർ എടുത്തതാണ്. ഇത് ഈ റബ്ബർ എന്ന് പറയുന്നത് മറ്റേ നിങ്ങളെ എൻ്റെ എന്താണ് സ്പിന്നർ പോലത്തെ റബ്ബറാണ്. ഇത് കുറേ എണ്ണം എടുത്തായിരുന്നു കേട്ടോ, ലാസ്റ്റ് ഇയർ കുറേ എണ്ണം എടുത്ത്. ഇത് പിള്ളേർ നല്ലപോലെ യൂസ് ചെയ്യും. സ്പിന്നറും കൂടെ ഉള്ളതുകൊണ്ട് ഇവർ കളയത്തുമില്ല, സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ ഒരു ഗുണം ഇതിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്പിന്നർ ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേകതര ഇതുള്ളതുകൊണ്ട് ഇത് യൂസ് ചെയ്യും, ഇത് കളയത്തുമില്ല. നോർമലി ഇങ്ങനത്തെ റബ്ബർസ് ഞാൻ എടുത്തായിരുന്നു. ഇത് എനിക്കൊന്ന് 2 രൂപ കണ്ടാണെന്ന് തോന്നിയത്, 2-5 രൂപ കണ്ടാണ്. ഇതുപോലെ പല കളർ റബ്ബർ എടുത്തായിരുന്നു. ഇതിപ്പോൾ 5 എണ്ണം ബാലൻസ് ഉള്ളൂ. അത് പിള്ളേർ കൊണ്ടുപോയി ഇത് ഉപയോഗിക്കത്തില്ല, ഇവർ ഉപയോഗിക്കും പക്ഷേ ഇത് സൂക്ഷിക്കത്തില്ല. കളറിൻ്റെ ഒരു അട്രാക്ഷൻ കൊണ്ടൊക്കെ അത്യാവശ്യത്തിനൊക്കെ റൺ ചെയ്യാം. പിന്നെ ഓരോ പെൻസിൽ ബോക്സ് അത് ഇതൊക്കെ മേടിക്കുമ്പോൾ റബ്ബർ കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പക്ഷേ മറ്റേ സ്പിന്നർ സൂക്ഷിക്കണ പോലെ ഇങ്ങനത്തെ റബ്ബർ സൂക്ഷിക്കത്തില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നോർമലി കട്ടറൊക്കെ 1-2 ഞാൻ എടുത്തുള്ളൂ. ഇതൊരു 2-3 കളർ ടൈപ്പാണ്. ഇതും അത്ര ഉപയോഗമൊന്നുമില്ല. ഇതും 5 രൂപയൊക്കെ ഉള്ളൂ, 5 രൂപയുടെ സാധനങ്ങളാണ്. ഈ കൊല്ലം എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ഗ്ലൂസ് എടുത്തിട്ടുണ്ട്. ഗ്ലൂസ് എടുത്തെന്ന് വെച്ചാൽ ബുക്സൊക്കെ ഒട്ടിക്കാനും പിന്നെ ഇവരെ ക്രാഫ്റ്റ് വർക്കൊക്കെ വരപ്പോൾ ഒത്തിരി വേണം. പിന്നെ ഡോംസിൻ്റെ പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ്. അതിപ്പോൾ കുറേ പാക്കറ്റ് ഞാൻ എടുത്തായിരുന്നു. അതിപ്പോൾ വെക്കേഷനിൽ തന്നെ അവർ ഒത്തിരി കളറിങ്ങിനൊക്കെ പിള്ളേരെടുത്ത് യൂസ് ചെയ്ത് തീർത്ത് വിട്ടായിരുന്നു. പിന്നെ നെയിം സ്റ്റിക്കേഴ്സ് എടുത്തായിരുന്നു. ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ജ്യോതിസിൻ്റെ സൈഡ് നമ്മൾ ബുക്കിന് പേ ചെയ്യുമ്പോൾ ഈ സ്റ്റിക്കറും ഇതും കിട്ടും. പക്ഷേ ഇത് തികയത്തില്ല, സ്കൂളിൽ നിന്ന് അവർ തരുന്ന നമുക്ക് തികയില്ല, അത് നമ്മൾ എടുക്കേണ്ടി വരും. സ്കൂൾ നോട്ട് ബുക്സ് ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, അങ്ങനെ കാണിക്കും. ഇതിനൊരു സ്ക്രാപ്പ് ബുക്സ് ഞാൻ ഈ കൊല്ലം എടുത്തായിരുന്നു. കാരണം ഇവർക്ക് വല്ല ഡ്രോയിങ്ങോ ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഇത് എപ്പോഴും ആവശ്യമാണ്. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് അല്ലാതെ ഇവർക്ക് വീട്ടിൽ ഇരുന്ന് വല്ല ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇതെടുത്തത്. അത് 2 സ്ക്രാപ്പ് ബുക്ക് ഉണ്ട്. പിന്നെ കുറച്ച് ഡ്രോയിങ് ബുക്സ് എടുത്തിട്ടുണ്ട്. ഡ്രോയിങ് ഇവർക്ക് ചെയ്യാൻ എപ്പോഴും ആവശ്യമുള്ളതാണ്. അത് വീട്ടിൽ വെറുതെ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് ചെയ്യാം. പിന്നെ എടുത്ത കുറേ പേനകൾ കഴിഞ്ഞ കൊല്ലം എടുത്തതാണ്. ഈ ബ്ലാക്കും ബ്ലൂ ആയിട്ടുള്ള പേന ഇത് തീർന്നിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ജെൽ പെന്ന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കുറച്ച് ഒരു ബാഗ് എടുത്തായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം എടുത്തതിൽ കുറച്ച് സാധനങ്ങൾ ഇതേപോലത്തെ ലൂസ് ടൈപ്പ് മാർക്കർ, ഹൈലൈറ്റർ, ഇതൊക്കെ ബാലൻസ് കിടപ്പുണ്ട്. ഇത് ഈ കൊല്ലം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം വല്ല ബുക്സൊക്കെ മാർക്ക് ചെയ്യാനോ ക്രാഫ്റ്റ് വർക്കിനൊക്കെ എടുക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു അപ്സരയുടെ പോപ്പ് സ്റ്റാർ എന്ന് പറഞ്ഞ് ഒരു കുറേ കളർ പെൻസിലുണ്ട്. കളർ പെൻസിൽസാണ്, കളറല്ല നോർമലാണ്. പിന്നെ അതിൻ്റെ കോട്ടിങ് ഒരു വൈബ്രൻറ്റ് കളർ ഉള്ള ഒരു കോട്ടിങ് ഉള്ളതാണ്. അപ്സരയുടെ പെൻസിൽസിന് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഇതിൽ വെള്ളലൊക്കെ കണ്ട ഇതിൻ്റെ ലെഡൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അത്ര ഒരു ക്വാളിറ്റിയുള്ള പെൻസിൽസ് അല്ല. പക്ഷേ ഇതിന് ക്വാളിറ്റിയുള്ള ഒരു പെൻസിൽ ഞാൻ എടുത്തായിരുന്നു, രാമചന്ദ്രൻ എടുത്തായിരുന്നു. അത് ഞാൻ കാണിച്ചിരുന്നു. പ്യുവർ ഗ്രാഫൈറ്റാണത്. ഇതും ഗ്രാഫൈറ്റൊക്കെ തന്നെ, പക്ഷേ അത് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. ആ പെൻസിൽ നിങ്ങൾ ഫോക്കസേക്ക് നിങ്ങൾ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങളത് എടുക്കാൻ നോക്കണം. ഇതാണ് ആ പെൻസിൽ. പെൻസിൽസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത്ര നീളമേ ഉള്ളൂ. പക്ഷേ ഇത് ഷാർപ്പനിങ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ലെഡ് ഇൻടാക്റ്റ് ആയിരിക്കും. അതുമല്ല ഇത് കുറച്ച് ഡാർക്കാണ്, ലെഡാണ്. ഇത് ഒരുപാട് കിട്ടും കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഈ കൊല്ലം ചെന്നപ്പോഴും രാമചന്ദ്ര കിടപ്പുണ്ട്. ഇത് 150 രൂപയാണ്. 150 രൂപ, ഒരു 10-20 രൂപ കുറച്ച് തരുമായിരിക്കും. അപ്പോൾ ഇതേപോലെ ആയിരിക്കും പെൻസിൽസ് കിട്ടണം. ശരിക്കും പെൻസിൽസ് ഉണ്ട് കേട്ടോ. ഒരു 150 രൂപ നിങ്ങൾ ഇതേപോലെ എടുക്കും. കാരണം കുട്ടികൾ കുറച്ച് നീളമുള്ള പെൻസിൽ ഉപയോഗിച്ചാൽ അവർക്ക് പാടാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹാൻഡിയാണ്, കുറച്ചുകൂടെ സ്മോളാണ്. അപ്പോൾ ജോമെട്രിയിൽ ഉപയോഗിക്കാൻ, ഡ്രോയിങ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ 150 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത്
ഇതിൽ എത്ര പെൻസിലുണ്ടെന്ന് എവിടെ എഴുതിയിട്ടില്ല. 100 പെൻസിൽസ് കിട്ടും. 150 രൂപയ്ക്ക് നിങ്ങൾക്ക് 100 പെൻസിൽ കൊടുക്കും. 10-20 രൂപ കുറയായിരിക്കും. പക്ഷേ ഇത് ഉപയോഗമാണ്. ഇത് ലാസ്റ്റ് ഇയർ എടുത്തതാണ്. എനിക്ക് ഇതുവരെയും ഇത് തീർന്നിട്ടില്ല. ഇത് ഞാൻ ഇടയ്ക്ക് പിള്ളേർക്ക് കൊടുക്കും. മറ്റേ നീളമുള്ള പെൻസിൽ കുറവാണ് മേടിക്കുന്നത്. പിന്നെ ഈ കൊല്ലം കുട്ടികൾക്ക് ഇതിന് മോക്കത് കളർ കണ്ടുകൊണ്ട് എടുത്തുകൊണ്ട് ഒരു പാക്കറ്റ് എടുത്തതേ ഉള്ളൂ. പക്ഷേ ഇത് ഓടും, ശരിക്കും ഓടുകയും ചെയ്യും. പിന്നെ ഇത് ഡാമേജ് ആവത്തില്ല. ഷാർപ്പനിങ് നമ്മൾ ഷാർപ്പണർ ഇട്ട് പിടിക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ലെഡൊന്നും ഒടിഞ്ഞു പോവില്ല. ഇത് കുറച്ചുകൂടെ ഡാർക്കും ആയിരിക്കും, എഴുതാനും എളുപ്പമാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് പെട്ടെന്ന് കേട് വരുത്തില്ല, അത് ഉറപ്പാണ്. ഇത് ഏത് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത്ര ഒരു പിടുത്തമില്ല. ഒരു മിനി ഗ്രിപ്പർ എന്ന് പറഞ്ഞ ഒരു കമ്പനി എങ്ങാണ്ടെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡോംസിൻ്റെയാണ് കേട്ടോ. ഇത് ഡോംസിൻ്റെതാണ്, ഡോംസുകാർ ഇറക്കുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല. ഇത് ആർക്കിടെക്റ്റോ എഞ്ചിനീയേഴ്സിനൊക്കെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടി എടുത്ത ഡിസൈനർ പെൻസിലുകളുടെയാണെന്ന് തോന്നുന്നു. നോർമലി ഈ പെൻസിൽസ് അത്ര ക്വാളിറ്റി അല്ല. ഇത് പൊട്ടിപ്പോവും, ലാസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഒന്നുകിൽ അത് നമ്മൾ കുറേ നേരം ഷാർപ്പണർ അടിച്ചാലേ അതിനൊരു മുനമ്പ് കിട്ടത്തുള്ളൂ. പക്ഷെ ഈ പെൻസിലിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. സംഭവം അത് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതൊന്നും വലിയ എമൗണ്ട് അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കേസ് തന്നെ. പിന്നെ കുറച്ച് വൈറ്റ്നർ മേടിച്ചിട്ടുണ്ട്. വൈറ്റ് കൊടുത്തിട്ട് പിള്ളേർക്ക് വല്ല ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. പിന്നെ മേടിച്ചിട്ടുള്ള സ്കെച്ച് പെന്നാണ്, ഡോംസിൻ്റെതാണ്. ഒരുപാട് കളേഴ്സിൽ 24 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ അവർക്ക് ക്രാഫ്റ്റ് ഡ്രോയിങ്സിനൊക്കെ സ്കൂളിലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചത്, ഇത് അവിടെ കാണും. നിങ്ങൾ ചെല്ലപ്പോഴത്തേക്ക് നമ്മൾ ക്യാൻറ്റീനിൽ കാണും, അല്ലെങ്കിൽ രാമചന്ദ്ര ഇവിടെ പോത്തീസിലൊക്കെ ചിലപ്പോൾ കിടക്കുന്നതാണ്. അതിൻ്റെ റേറ്റ് 69 രൂപയാണ്. അത്ര എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഈ പ്രൈസ് അല്ല അവർ വിൽക്കുന്നത്, അതിൽ നിന്ന് താന്നായിരിക്കും. അല്ല, 69 രൂപയാണ് കേട്ടോ. ഇത് ആക്ച്വലി 149 രൂപയാണ്. 69 രൂപയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ പോലീസ് ക്യാൻറ്റീൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10 രൂപയും കൂടെ കുറയ്ക്കുമായിരിക്കും. അപ്പോൾ ഇത് സ്റ്റെൻസിൽസാണ്. പല കളറും പല ഡിസൈൻസിൽ ചെറിയ സൈസിനും അവൈലബിൾ ആണ്. ഇത് ഇവർക്ക് വല്ല ക്രാഫ്റ്റ് വർക്ക് ഇതേപോലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി എടുത്തതാണ്. അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഉപയോഗിക്കാം. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് വന്നത്. പിന്നെ ഞാൻ ഒരു ജെല്ലിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ജെൽ പെന്ന്. അത് ജെല്ലിന് ഒരു ക്രൈസ് ഇപ്പോൾ എന്തോ പുതിയതായിട്ട് വന്നതുകൊണ്ട് ഒരു സെറ്റ് ജെല്ലും എടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും കൊടുക്കാറില്ല. മറ്റേ പെൻ യൂസ് ചെയ്ത് തീരണ വരെ നമ്മളിങ്ങനെ ഒട്ട് പൊട്ടിക്കും. പിന്നെ ഇതെടുത്തിട്ടുണ്ട്, ഏതാണ്ട് ഇൻസുലേഷൻ ടേപ്പിന് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി. കങ്കാരു ടേപ്പ് ഉണ്ടായിരുന്നു, അതിപ്പോൾ വീട്ടിലവർ യൂസ് ചെയ്ത് തീർത്തതാണ്. അപ്പോൾ അത് തീർന്നു. ഇത് കൊള്ളാം കേട്ടോ. ഇത് പിള്ളേർക്ക് നിങ്ങൾ ടേപ്പ് കൊടുക്കണമെങ്കിൽ കത്രിയോ ഇത് കൊടുക്കണ കാട്ടിക്കൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് വേറെ ടേപ്പ് ഇടാം നമുക്ക്. അപ്പോൾ ഞാൻ ടേപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചത് അത് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇളവി പോകും. എന്നിട്ട് ഇതുപോലൊരു ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. എല്ലാം ഈ സൈസ് തന്നെ ആയിരിക്കും. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ബുക്സൊക്കെ ബൈൻഡ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ഇനിയിപ്പോൾ വേണം. ഞാൻ ഇത് കൊണ്ടാണ് കട്ട് ചെയ്യണത്. പക്ഷേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്കൊക്കെ ചെയ്യാം. എന്നിട്ട് പതുക്കെ തന്നെ ഇതിൽ നിന്ന് നമ്മളൊരു ഇത് ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഇടണം മുമ്പേ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് നോക്കിക്കോണം. കാരണം അത് തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഒന്ന് തിരിച്ച് കാണും ടേപ്പ് കിടന്ന്. എങ്ങനെ ഒട്ടിച്ചാലും ഇളവി കട്ട് ചെയ്ത് എടുക്കാം, അങ്ങനെ പാടൊന്നുമില്ല. നോക്കിയും കണ്ടൊന്നും വലിച്ചു വെക്കണ, പൊട്ടിപ്പോവെങ്കിൽ പോയി. ഇത് വലിയ പ്രൈസില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്ന ഒരു 25 എത്ര എങ്ങാണ്ടേ ഉള്ളൂ. അത്ര എങ്ങാണ്ട പ്രൈസ് ഉള്ളൂ. ടേപ്പിൻ്റെ ഒരു 5-10 രൂപ കൂടുതൽ വരും. അത് അതിൻ്റെ കൂടെ ഒരു ടേപ്പും കൂടെ കിട്ടും. ടേപ്പ് കിട്ടിയ ഭാഗ്യം. ടേപ്പ് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി ഇത് ടേപ്പ് എടുത്തിട്ട്, അപ്പോൾ ഇത് നമ്മൾ ഇടപ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഇത് ഇങ്ങനെ വേണം ഇടാൻ. കാരണം ഇതിൻ്റെ കട്ടിങ് പീസ് നമുക്ക് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഓയിൽ നിൽക്കണം. ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഇതിനെ നമ്മളങ്ങ്
ക്ലിപ്പ് ചെയ്യണം കറക്റ്റ് ഓർഡറിൽ. ഇപ്പോൾ അതാ ഈ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഈ ടേപ്പ് അങ്ങ് കട്ടാവും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇങ്ങനെ ഒട്ടിക്കാം. പക്ഷെ എല്ലായിടത്തും ഇത് യൂസ്ഫുൾ അല്ല. നമ്മൾ ഇത്തിരി കട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ടേപ്പ് ഇത്തിരി പോലെ മതിയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഐറ്റങ്ങൾ മേടിച്ചത്. അത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏകദേശം ഒരു 10,000 റുപ്പീസിൻ്റെ സാധനങ്ങൾ, ഷൂസ്, ആ മറ്റേ ബാറ്റയുടെ ഷൂസ് കൂട്ടാതെ സ്കൂൾ ഷൂസ് മാത്രം കൂട്ടി ഒരു 9,000 സംതിങ്, 10,000 കൂട്ടാം. ഇതിൽ വേറെ ഒരു ഐറ്റം ഞാൻ എടുത്തിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ബാഗിനും ഈ ലഞ്ച് ബോക്സും പിന്നെ വാട്ടർ ബോട്ടിലിനാണ് കുറച്ച് ക്യാഷ് ആയത്. പിന്നെ ബുക്സ്, ആ ബുക്സ് ഇത് പോലീസ് ക്യാൻറ്റീൻ്റെ ബുക്കാണ്, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അത് നിങ്ങളൊരു 12 പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 220 രൂപയ്ക്ക് നിങ്ങൾക്ക് 12 ബുക്ക് കിട്ടും. അത് ഭയങ്കര ലാഭമാണ്. നിങ്ങൾ വേറെ ബ്രാൻഡ് കമ്പനി എടുക്കാതെ പോലീസിൻ്റെ ബുക്സ് മാത്രം എടുക്കുക. പോലീസ് കോപ്പറേറ്റീവ്സ് ചെയ്യുന്ന ബുക്സാണ് ഇത്. 200 പേജിൻ്റെ 65 രൂപ കണ്ടാണ് ഒരു ബുക്കിൻ്റെ പ്രൈസ്, ഒരു നോട്ട് ബുക്കിൻ്റെ. പക്ഷേ നിങ്ങളൊരു 12 സെറ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 250 ഒരു 300-ൻ്റെ അകത്ത് കൂട്ടിയാൽ മതി, അത്രേ ആവത്തുള്ളൂ. ഈ ബുക്സ് പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് വളരെ ചീപ്പ് റേറ്റിന് ഒരുപാട് ബുക്സ് നിങ്ങൾക്ക് നോട്ട് ബുക്ക് കിട്ടും. ഇപ്പോൾ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് ബുക്സ് വേണ്ട, ടെക്സ്റ്റ് ബുക്ക് മാത്രം മതിയെങ്കിൽ ഇപ്പോൾ ചില സ്കൂളിൽ നിർബന്ധമായിട്ട് അവരെ നിന്ന് നോട്ട് ബുക്സ് നമ്മൾ പർച്ചേസ് ചെയ്യണം. പക്ഷെ അത് അധികം നാൾ പോകത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്കൂളുകാർ അത് നമ്മളെ കൊണ്ട് എടുപ്പിക്കും. അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ അഡീഷണൽ കുറച്ച് നോട്ട് ബുക്സ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ലൂസായിട്ട് എടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ഒരു വർഷത്തേക്ക് കുറച്ച് ബുക്സ് അങ്ങ് എടുത്ത് ഇതുപോലെ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് പൈസ സേവായി കിട്ടും ഈ നോട്ട് ബുക്സ് എടുക്കുമ്പോഴത്തേക്ക്. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് സിംഗിൾ ലൈനും പ്ലെയിനും എടുത്തിട്ടുണ്ട്. കാരണം ഇത് ലാഭമാണ്. ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നോട്ട് ബുക്സ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് ലാഭമായതുകൊണ്ടാണ്. കാരണം അല്ലാതെ പക്ഷെ നമ്മളൊരു നോട്ട് ബുക്ക് എടുക്കുമ്പോൾ ഈ 65 രൂപ നമ്മൾ ലൂസായിട്ട് എടുക്കണമെങ്കിൽ 65 പക്ഷെ നമ്മളൊരു ബണ്ടലായിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അവരെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് കുറച്ച് കിട്ടും. എൻ്റെ ഒരു ഓർമ്മയിൽ ഇത് ശരിയാണെങ്കിൽ ഇതിപ്പോൾ 12 ഒരുപാട് പൈസയൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ MRP 65 പറഞ്ഞെങ്കിൽ ഇതിൻ്റെ പകുതി റേറ്റ് ആണെന്ന് തോന്നി ഇവർ മേടിച്ചിരിക്കുന്നത്. ഇങ്ങനെ 20 റുപ്പീസ് കണ്ടാണ് ഒരു നോട്ട് ബുക്കിന് ചാർജ് ആക്കിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. 12 രൂപയായിട്ടാണ് എത്ര വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ബണ്ടൽ എടുത്തായിരുന്നു ഇതിൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അത്രയും കണ്ടാൽ വന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ലാഭമാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. പിന്നെ ഹെൽപ്ഫുള്ളായിട്ടുള്ള നമ്മൾക്ക് പറ്റുന്ന വീഡിയോസ് നമ്മളിടും. നമ്മൾ കണ്ടൻറ്റിനൊന്നും നമുക്ക് അഹങ്കാരമില്ല, എന്ത് കണ്ടൻറ്റും മാരിയിടും. നമുക്ക് പക്ഷേ അത് ഐഡിയ കിട്ടി നമുക്ക് മനസ്സിലാവണമെന്നുള്ളൂ, എങ്കിലേ നിങ്ങളുടെ അടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വല്ല പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞതിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനത് അക്നോളജ് എന്തായാലും ചെയ്യും. അങ്ങനെ നമ്മൾ തെറ്റ് മുഖത്തടിച്ച് പറഞ്ഞ് നമ്മൾ അങ്ങനെ അഹങ്കാരമായിട്ടൊന്നും അത് വെച്ചുകൊണ്ടിരിക്കില്ല. നമ്മളതിനെ സമ്മതിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.